എല്ലാ ചങ്ങായിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവണപ്രഭു റിലീസ് ഞാൻ ഇന്നലെ കണ്ടു. ഞാനും അച്ഛനും കൂടെ പോയാണ് കണ്ടത്. ഞാൻ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ, തിയേറ്ററിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും പറഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു തിയേറ്റർ എഫക്റ്റ്, ഡോൾബി അറ്റ്മോസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു വ്യത്യാസം അതിലുണ്ട്, സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു. പിന്നെ റിലീസിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് വളരെ ഞാനൊരു മുന്നേ സ്പടികം കണ്ടിരുന്നു റിലീസ്. അന്ന് പക്ഷേ അത്ര വലിയ ഒരു എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും സൈലൻറ്റ് മസിലൊക്കെ പിടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ സിനിമകൾ വന്നതൊക്കെ കാണണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലിരുന്നു. മണിച്ചിത്രത്താഴൊക്കെ വന്നപ്പോഴും ഇങ്ങനെ സ്പടികം കണ്ടത് ഫാമിലിയായിട്ട് പോയാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നെ ചോട്ടാ മുംബൈ വന്നപ്പോൾ ഈ റീൽസൊക്കെ കാണുമ്പോൾ ഈ തിയേറ്ററിൽ എല്ലാവരും ഈ ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ അളിയനുണ്ട് രഞ്ജിത്ത്, നമ്മുടെ മുന്നത്തെ വീഡിയോയ്ക്കകത്തൊക്കെ വന്നിട്ടുണ്ട്. കോമഡി വീഡിയോസ് എപ്പിഡോസ് 1 എപ്പിഡോസ് 2 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അളിയനും അളിയത്തി അതിലുണ്ട്. ഇതിപ്പം വിചാരിക്കും മറ്റേ പറഞ്ഞ പോലെ വാഴ നനയുമ്പോൾ ചീര നനയാന്ന് വിചാരിക്കും. എന്നാലും കുഴപ്പമില്ല, കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ അളിയൻ ഞങ്ങളുടെ ഒരേ വൈബാണ്, സിനിമ ക്രേസ് ഉള്ള ഒരാളാണ് അളിയൻ. അപ്പോൾ അളിയനോട് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തു, അളിയ ഇങ്ങനെ ചോട്ടാ പറഞ്ഞു, എൻ്റെ അളിയ ലൈഫ് ടൈം കിട്ടുന്നൊരു അവസരമാണത്, ഇങ്ങനെ എല്ലാ സിനിമയ്ക്കൊന്നും കിട്ടത്തില്ല, അളിയനത് പോയി കാണണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അളിയ ഇങ്ങനെ സ്പടികം ഞാൻ വേറൊരു തിയേറ്ററിൽ കണ്ടു, എനിക്ക് അത്ര ഒരു ആംബിയൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അളിയൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, കോട്ടയം അഭിലാഷ് ലാലേട്ടൻ്റെ കോട്ടയാണ്, അവിടെ പോയി കാണാൻ പറ്റിയ അളിയ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ബുക്ക് ചെയ്തു, ഫാമിലിയായിട്ട് പോയി കണ്ടിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയധികം. പിള്ളേർ പോലും, കാരണം നമ്മുടെ പിള്ളേർ സിനിമയ്ക്ക് ഞാൻ പോകും, അപ്പോൾ അവർ സിനിമ കാണുന്നു, ചെറിയ രീതിയിലുള്ള എൻജോയ്മെൻറ്റ്. പക്ഷേ തിയേറ്ററിൻ്റെ ആ സ്ക്രീനിൻ്റെ മുമ്പിൽ പോലുള്ള ഡാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കായാലും മോനായാലും അതൊക്കെ വലിയൊരു, അവർ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ, അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അത് ആ കോട്ടയം അഭിലാഷ് തന്നെ കാണാൻ പറ്റിയത് അളിയൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് പോകാൻ പറ്റിയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ വന്ന രാവണപ്രഭു, അപ്പോഴും അത് കാണണമെന്നുണ്ട്. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ പോകാനുള്ളൊരു അവസരം കിട്ടിയില്ല. പിന്നെ എനിക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാനും വയ്യ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി കണ്ടു. കുഴപ്പമില്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഞാൻ മുന്നത്തെ കാന്താര വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള ഈ VFXും ഈ സൗണ്ട് എഫക്റ്റും ആക്ഷൻസും ഇങ്ങനെയുള്ള സൗണ്ട്സിന് പ്രാധാന്യമുള്ള സിനിമകൾ നമ്മൾ നല്ല തിയേറ്റർ നോക്കി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിലീസ് ആണെങ്കിലും നല്ല ആംബിയൻസ് ഉള്ള തിയേറ്ററും കൂടെ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഈ തിയേറ്ററിൽ. അല്ല നമ്മൾ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഒന്ന് മസിൽ പിടിച്ചിരുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടിട്ടല്ല വിസിലടിക്കേണ്ടത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സാധാ പടം ഒരു ഫ്രഷ് ആയിട്ടൊരു പടം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ മുമ്പിൽ പോയി ഡാൻസ് കളിക്കാനൊന്നും പറ്റത്തില്ല. റിലീസ് ആകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അങ്ങനെ നമുക്ക് അത് ശരിക്കും എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ആ ഒരു കിൻഡലടിയുടെ മാസ്, അല്ലെങ്കിൽ കിൻഡലടി ക ബാപ്പ് എന്നൊക്കെ പറയുന്നതാണെങ്കിൽ നമുക്ക് ലാലേട്ടനെ പറയാം. അമ്മാതിരി പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ അച്ഛനും മകനുമായിട്ടുള്ള ആ ഒരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്. പിന്നെ പുള്ളിയെ നമുക്ക് പറയാൻ വാക്കുകളില്ല. കാരണം പുള്ളി ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ റീൽസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക റീൽസ് കാണുമ്പോൾ ഓക്കെ ഇപ്പോൾ ചെയ്തേക്കാം. പക്ഷേ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഞാനൊക്കെ റീൽസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ചില സിനിമയിലെ സീനൊക്കെ എടുത്ത് അപ്പോഴാണ് പുള്ളി അത് സിമ്പിളായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനം. അത്രയും ടാലൻറ്റഡ് ആണ് പുള്ളിയുടെ കേസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ അടിച്ചുപൊളി പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള പഴയ സിനിമകൾ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണുക. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കാര്യം, ഇപ്പോൾ സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ആകെ ഇപ്പോൾ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ കാരണം ഒരാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കരുത്. ഇപ്പോൾ നമ്മുടെ മക്കളോടാണെങ്കിലും പറയേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കുക. ആ രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. അല്ല നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ജാതി മതം ഇതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ വിഷയത്തിന് തെന്നി മാറുന്നില്ല, താത്വിക അവലോകനം നടത്തുന്നില്ല. അപ്പം ഇതുപോലുള്ള പടങ്ങളുടെ അതായത് നമ്മൾ കണ്ടിഷ്ടപ്പെടില്ല, വെറുതെ റിലീസ് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടിട്ടില്ല. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള പടങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ തിയേറ്ററിലൊക്കെ കണ്ട് രോമാഞ്ചം കൊള്ളിച്ചിട്ടുള്ള സിനിമകൾ, ഇതുപോലെ നമുക്ക് അത്രയധികം നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി ഇരുന്ന് കണ്ട് വാവ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകൾ റിലീസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. അതിങ്ങനെ പോയി റിലീസ് പടങ്ങൾക്ക് ഇങ്ങനെ പോയി നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചങ്ങായിമാരെ. ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ.